ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ക്ലിനിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൻ്റെ പേര് ശ്രദ്ധിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാകും. ഈ ചാനൽ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന്. നിങ്ങളുടെ ഗസ് 100% കറക്റ്റാണ്. ഐ ആം ഡോക്ടർ സിന്ധ്യ സാര ജെയിംസ്, കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ്. മൈൻഡ് ക്ലിനിക് എന്ന ഈ ചാനലിൽ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ച വിഷയം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള വിശ്വസനീയമായ ചില പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്, ചിലർക്ക് റിലേഷൻഷിപ്സിൽ ഉള്ള ഇഷ്യൂസാണ്, വേറെ ചിലർക്ക് ജോലി സ്ഥലത്ത് നേരിടുന്ന പ്രശ്നങ്ങളാണ്, അതല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം. ചിലപ്പോഴൊക്കെ ഒന്നിലധികം പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. ഇതെല്ലാം ലൈഫിൻ്റെ വിവിധ ഏരിയാസാണ്. ഫിനാൻസ്, ഹെൽത്ത്, ജോബ്, റിലേഷൻഷിപ്പ്, ഇനിയും വേറെയുമുണ്ട് ഒരുപാട് ഏരിയാസ്. ഈ മേഖലകളെല്ലാം ഭംഗിയായി പോകുമ്പോൾ ലൈഫ് സ്മൂത്തായി പോകും. എന്നാൽ ഈ ഏരിയാസിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും. അപ്പം നമുക്ക് നോക്കാം, ഈ ഏരിയാസിൽ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ അത് പരിഹരിക്കാമെന്ന്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിന് ഉറപ്പ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നം 50% സോൾവ് ആയിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുക, ഏതെങ്കിലും രീതിയിൽ എന്ന് ഉദ്ദേശിച്ചത് ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കും എന്ന് പറയുക. അടുത്ത വഴി, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമതായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പം ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു ആംഗിളിലൂടെ ആ പ്രശ്നത്തെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും. ഇനി മറ്റൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രശ്നം എന്തുമാവട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകട്ടെ, ഹെൽത്ത് ഇഷ്യൂസ് ആകട്ടെ, നിങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബുക്സ് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ നോളജബിൾ ആവും. മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളും നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കും. ഇത്രയും ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും. ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടും നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രശ്നത്തിന് ഏത് പ്രശ്നമായിക്കോട്ടെ ആ മേഖലയിലുള്ള പ്രൊഫഷണൽസിനെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങളുടെ പ്രശ്നം ഉറപ്പായിട്ടും പരിഹരിക്കപ്പെടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. നിങ്ങൾക്ക് കൗൺസിലിംഗ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള വിവരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അപ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു.